Good morning, everyone. Welcome back to online class on fundamentals of income tax. So last ക്ലാസ്സിൽ നിങ്ങൾ ടാക്സിൻ്റെ ബേസിക്സ് കണ്ടു. ടാക്സ് എന്താണെന്ന് കണ്ടു, ഇൻകം ടാക്സ് എന്താണെന്ന് കണ്ടു, അതുപോലെ ഇൻകം 5 ഹെഡ്സായിട്ട് തിരിക്കുമെന്നും കണ്ടു. അതിൽ രണ്ടാമത്തെ ഹെഡായ ഹൗസ് പ്രോപ്പർട്ടിയെ പറ്റി നമ്മൾ ജസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ പറ്റി അതിൻ്റെ തിയറീസൊക്കെ കണ്ടു. സോ ഈ ക്ലാസ്സിൽ നമ്മളിനി അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പം മെയിനായിട്ടും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ കാര്യത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയും. അതായത് എത്ര റെൻറ്റ് കിട്ടി, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടെത്തണം. അതിൽ നിന്ന് എത്ര ഇൻകം കിട്ടിയെന്ന് കണ്ടുപിടിക്കുക. അതാണ് പ്രോബ്ലം ലെവൽ നിങ്ങൾക്ക് ചോദിക്കുന്നത്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ക്ലാസ്സിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കൂടി ഉണ്ടാവും. അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ ദയവായി ശ്രമിക്കുക. കാരണം അത് ചെയ്യുമ്പം ഒന്ന് നിങ്ങളിത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, രണ്ട് എത്ര പേരിത് മനസ്സിലാക്കിയെന്ന് എനിക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളതിൽ എനിക്കത് കറക്ഷനും ചെയ്തു തരാൻ പറ്റും നിങ്ങൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ. സോ അത് ചെയ്യുക. പിന്നെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ. നമുക്ക് ഇനിയും കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇനിയും വേണം നമുക്ക്. സോ എന്തായാലും നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 3 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ് പഠിക്കണം. നമ്മൾ നേരത്തെ പഠിച്ച തിയറി എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസാണ്. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ തിയറി ലെവലിൽ കുറച്ച് കാര്യങ്ങളാണ്. ഇനി പ്രോബ്ലം ലെവൽ ചെയ്യുമ്പോഴും അതുമായിട്ട് വരുന്ന കുറേ ടേംസാണ്. അത് വലിയ പാടില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫെയർ റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ FRV, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. Fair rental value of a property means the rent received or receivable for a similarly situated property of the same locality. In other words, fair rental value is estimated to find out the expected rent or reasonable rent of a property. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴാണല്ലോ നമുക്കതിൽ നിന്ന് ഇൻകം കിട്ടുന്നത്. പക്ഷേ നമ്മൾ ടാക്സ് പോയിന്റിൽ നോക്കുവാണെങ്കിൽ വീടിന് കിട്ടുന്ന വാടക കാശല്ല യഥാർത്ഥത്തിൽ അയാൾക്ക് കിട്ടുന്ന വരുമാനം. അതായത് നമ്മളിനി വേറെ കുറേ വാല്യൂസുമായിട്ട് കമ്പാരിസൺ നടത്തും. ഈ കിട്ടിയ റെൻറ്റ്, ആക്ച്വലി കിട്ടിയ റെൻറ്റും വേറെ കുറച്ച് വാല്യൂസും കൂടെ കമ്പാരിസൺ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് ശരിക്കും നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പോകുന്നത്. സോ അങ്ങനെ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന വാല്യൂവിൽ ഒരെണ്ണമാണ് ഈ ഫെയർ റെൻ്റൽ വാല്യൂ. ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഏത് വീടാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് ആ വീടിരിക്കുന്ന പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഇതുമായിട്ട് സിമിലറായിട്ട് വരുന്ന കുറേ പ്രോപ്പർട്ടികൾ കാണും. ഇപ്പം നിങ്ങളുടെ വീട് തന്നെ, നിങ്ങളുടെ വീടുമായിട്ട് സിമിലറായിട്ടുള്ള വേറെ വീടുകൾ ഉണ്ടാവും. അപ്പം ആ വീട്ടുകാർ, അതായത് ഈ സിമിലറായിട്ടുള്ള നെയ്ബേഴ്സ് ആയിട്ടുള്ള ഈ വീട്ടുകാർ വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ അവർ വാങ്ങുന്ന കാശോ അല്ലെങ്കിൽ അവർ വാങ്ങിക്കാൻ ചാൻസ് ഉള്ള കാശ്, ആ എമൗണ്ടിനെയാണ് ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളുമായിട്ട് സിമിലറായിട്ടിരിക്കുന്ന വീടുകൾ വാങ്ങുന്ന റെൻറ്റ്, ഇതിനെ നമുക്ക് വേണമെങ്കിൽ റീസണബിൾ റെൻ്റ് എന്നും വിളിക്കാം. കാരണം ഇതാണ് ഒരു മെയിനായിട്ട് ഫെയർ ആയിട്ട് മേടിക്കേണ്ടത്, ഫെയർ റെൻ്റൽ വാല്യൂ. അതാണ് ആ ഒരു വാക്കിൻ്റെ മീനിങ്, അതാണ് റീസണബിൾ എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിൽ വേറെ നിങ്ങൾക്ക് എന്താ പറയുക, കൺഫ്യൂഷൻസ് ഒന്നും വരേണ്ട കാര്യമില്ല. ഈ ഫെയർ റെൻ്റൽ വാല്യൂ എമൗണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാകും. ജസ്റ്റ് കമ്പാരിസന് വേണ്ടി എടുക്കുന്നതാണ് ഇതെല്ലാം. ഇതിൻ്റെ മീനിങ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചോണം. കാരണം ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് ഫോമിലേ ചോദിക്കൂ. വാട്ട് ഡു യു മീൻ ബൈ FRV എന്നൊക്കെ ചോദിക്കുകയുള്ളൂ. സോ അതിൻ്റെ ഷോർട്ട് ഫോമും കൂടെ അറിഞ്ഞിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, മുനിസിപ്പൽ വാല്യൂ അല്ലെങ്കിൽ MP. It is the value of a property determined by the local authorities to impose municipal taxes or local taxes on the property. സോ നമ്മളിരിക്കുന്ന വീട് ഒരു മുനിസിപ്പൽ അതോറിറ്റിയുടെ കീഴിൽ, അല്ലെങ്കിൽ അവിടെയുള്ള അതോറിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ ആ കോർപ്പറേഷൻ്റെ കീഴിലായിരിക്കും. അപ്പം ഈ അതോറിറ്റി ഓരോ വീടിനും വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വാല്യൂവിനെയാണ് മുനിസിപ്പൽ വാല്യുവേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഈ മുനിസിപ്പൽ വാല്യൂവിൻ്റെ ഒരു ചെറിയ ശതമാനമാണ് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് എല്ലാ വർഷവും എല്ലാവരും അടയ്ക്കേണ്ടത്. അതായത് നിങ്ങൾക്കറിയാം, വീട്ടുകരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു വീടിന് എല്ലാ വർഷവും നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളാരും അങ്ങനെ അടയ്ക്കാറില്ല. നമ്മൾ വീട് വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്ന സമയത്തോ ഒക്കെയാണ് എല്ലാം കൂടെ പോയി
കരമെല്ലാം അടച്ച് ഫൈനും എല്ലാം അടച്ച് വെക്കുന്നത്. സോ ഇങ്ങനൊരു ടാക്സ് ഉണ്ട്. സോ എനിവേ നിങ്ങൾ ആ മുനിസിപ്പൽ വാല്യുവേഷൻ എന്താണെന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഈ വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് റെൻറ്റ് അല്ലെങ്കിൽ SR. In big cities and towns, maximum rent has been fixed by the government under the Rent Control Act. This rent is known as standard rent. It is the maximum rent which a person can legally recover from a tenant where Rent Control Act is applicable. So, സിറ്റീസിലും ടൗൺസിലും, എല്ലാ സിറ്റീസും ടൗൺസും അല്ല, ഭയങ്കര ബിസി ആയിട്ടുള്ള സിറ്റീസിലൊക്കെ അവിടുത്തെ വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വലിയൊരു എമൗണ്ടാണ് റെൻ്റായിട്ട് മേടിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 10-20,000 രൂപ റെൻറ്റ് മേടിക്കുന്ന വീടുകളുമുണ്ട്. അങ്ങനെ ഒരുപാട് എമൗണ്ട് റെൻറ്റ് മേടിക്കാൻ തുടങ്ങിയപ്പം ഗവൺമെൻറ് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് റെൻറ്റ് കൺട്രോൾ ആക്ട് പാസ്സാക്കിയത്. അപ്പം ഇത് എല്ലാ സിറ്റിയിലൊന്നും ഇല്ല. ചില സിറ്റി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബിസി ആയിട്ടുള്ള സിറ്റികളേ ഉള്ളൂ. അപ്പം ആ സിറ്റികളിൽ എത്രയാണ് മാക്സിമം റെൻറ്റ് മേടിക്കാൻ പാടുള്ളൂ എന്ന് ഈ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് നമുക്ക് മാക്സിമം റെൻറ്റ് ഒരു പേഴ്സണിന് ലീഗലായിട്ട് മേടിക്കാൻ പറ്റുന്ന മാക്സിമം റെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ് ഈസ് എ മാക്സിമം റെൻറ്റ് വിച്ച് എ പേഴ്സൺ ക്യാൻ ലീഗലി റിക്കവർ ഫ്രം എ ടെനൻറ്റ്. ടെനൻ്റ് എന്ന് വെച്ചാൽ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തി, വാടകക്കാരനെയാണ് ടെനൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് എ മാക്സിമം റെൻറ്റ് വിച്ച് എ പേഴ്സൺ ക്യാൻ ലീഗലി റിക്കവർ ഫ്രം എ ടെനൻറ്റ് വേർ റെൻറ്റ് കൺട്രോൾ ആക്ട് ഈസ് ആപ്ലിക്കബിൾ. റെൻറ്റ് കൺട്രോൾ ആപ്ലിക്കബിൾ അത് എടുത്തു പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലായിടത്തും ഒന്നും ഈ കൺട്രോൾ ആക്ട് ഇല്ല. ഈ ആക്ടിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ വരുന്നത്. അപ്പോൾ അതായിരിക്കും അവിടുത്തെ മാക്സിമം റെൻറ്റ് വാങ്ങാനുള്ള എമൗണ്ട്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. ദെൻ ലാസ്റ്റ് വൺ ആക്ച്വൽ റെൻറ്റ്, AR. ആക്ച്വൽ റെൻ്റാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ടെനൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാടക കാശ്. So it is also known as de facto rent. Is the actual amount of rent collected from tenant. ഇതിന് നമ്മൾ de facto rent എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് de facto എന്നും പറയാറുണ്ട്. de facto എന്ന് വെച്ചാൽ ആക്ച്വൽ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം ഈ 4 ടേംസ് ആണ് ആക്ച്വലി ഇതിൻ്റെ ബേസ്. വളരെ ബേസ് ആയിട്ടുള്ള 4 ടേംസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ഞാൻ പറഞ്ഞു നമ്മളിനി ഇതിൻ്റെ എല്ലാം എന്താ ചെയ്യാൻ പോകുന്നത്, കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കമ്പാരിസൺ വെച്ചിട്ടാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്. പക്ഷെ നമ്മളിനി ഡയറക്റ്റ് ആയിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നിങ്ങൾക്കൊരു വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മളിനി ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് വേറൊരു സ്റ്റെപ്പ് വരുന്നു. ഏറ്റവും അവസാനമായിട്ടാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ അതുവരെ നിങ്ങളിനി കണ്ടുപിടിക്കാൻ പഠിക്കാൻ പോവാം. അതിന് ശേഷം ഇനിയുണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ അല്ല നമ്മുടെ മെയിനായിട്ടുള്ള, ഞാൻ പറയും നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടെത്തുക എന്നാണ്. പക്ഷെ അത് ഒറ്റയടി കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു സ്റ്റെപ്പായിട്ട് പഠിച്ച് അവസാനം അതിലേക്ക് എത്തും. സോ ഗ്രോസ് ആനുവൽ വാല്യൂ പഠിക്കാൻ പോവാം. അപ്പം ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇൻ ദ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് ആണ്. അതായത് വാടകയ്ക്ക് ലെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുത്ത വീട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, വേറെയും കേസസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. പേടിക്കേണ്ട, വേറെ ഒരു കേസും കൂടെ ഉള്ളൂ. 2 കേസ് നമുക്ക് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് കേസാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് കമ്പാരിസൺ ചെയ്യണം. അപ്പം ഞാനിവിടെ ചെയ്ത സ്ലൈഡിന് ചെറിയൊരു പ്രശ്നം പറ്റി. അതായത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ഫെയർ റെൻ്റൽ വാല്യൂ എടുക്കണം. അതിൻ്റെ എമൗണ്ട് ഇതുപോലെ ഡയറക്റ്റ് ഈ എഴുതിയിരിക്കുന്ന എമൗണ്ടാണ് XX ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആദ്യം ഫെയർ റെൻ്റൽ വാല്യൂ ക്വസ്റ്റ്യൻ നോക്കി എഴുതണം. മുനിസിപ്പൽ വാല്യൂയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതും എഴുതണം. ഈ ഡാഷ് ഞാനിവിടെ വരച്ചേക്കുന്നത് കണ്ടോ, അത് വരയ്ക്കണ്ട. അതിവിടെ അല്ല വരയ്ക്കേണ്ടിയിരുന്നത്, അത് അവിടെ അങ്ങനെ വന്നു പോയതാണ്, അത് സോറി. അപ്പോൾ ആദ്യം ഫെയർ റെൻ്റൽ വാല്യൂ എമൗണ്ട് എഴുതുക. ഈ ഡാഷ് ഇവിടെയുള്ള ഈ അണ്ടർലൈൻ ചെയ്യരുത്. മുനിസിപ്പൽ വാല്യൂ എഴുതുക. എന്നിട്ട് നിങ്ങൾ അണ്ടർലൈൻ വരയ്ക്കുക. ഈ അണ്ടർലൈൻ മേളിലായി പോയെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. ഈ ഫെയർ റെൻ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിലെ ഹയ്യസ്റ്റ് വാല്യൂ ഏതാണോ അത് നിങ്ങൾ വിച്ച് എവർ ഈസ് ഹയ്യർ എന്നും പറഞ്ഞ് താഴോട്ട് എഴുതണം. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് പറയാം, ഫെയർ റെൻ്റൽ വാല്യൂ 20,000 അല്ലെങ്കിൽ വേണ്ട 20,000 കുഴപ്പമില്ല, 20,000 ആണെന്ന് വിചാരിക്കുക. മുനിസിപ്പൽ വാല്യൂ 30,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ വിച്ച് എവർ ഈസ് ഹയർ ഏതാണ് 20,000 ആണോ 30,000 ആണോ വലുത്? 30,000. അപ്പോൾ നമ്മൾ വിച്ച് എവർ ഈസ് ഹയറിൻ്റെ നേരെ എന്ത് എഴുതണം? 30,000 എന്ന് എഴുതണം. ഓക്കെ,
ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യം ചെയ്യുന്നത്. ഇനി വിച്ച് ഈസ് ഹയർ എഴുതിയതിന് ശേഷം ഈ അണ്ടർലൈൻ വരയ്ക്കല്ലേ, അതും തെറ്റിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ അണ്ടർലൈൻ എക്സ്ട്രാ കയറി വന്നതാണ്, സോറി. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റാൻഡേർഡ് റെൻറ്റ് എഴുതണം. ഇത് ക്വസ്റ്റിൽ കാണും, അതും നോക്കി എഴുതണം. സ്റ്റാൻഡേർഡ് റെൻറ്റ് എല്ലാ ക്വസ്റ്റിലും വന്നെന്ന് വരില്ല, കാരണം ഞാൻ പറഞ്ഞു റെൻറ്റ് കൺട്രോൾ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലത്തെ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഉള്ളൂ. അപ്പം എല്ലാ ക്വസ്റ്റ്യനിലും റെൻറ്റ് കൺട്രോൾ ആക്ട് വരുന്ന സ്ഥലങ്ങളുടെ കാര്യമായിരിക്കില്ല പറയുന്നത്. പേടിക്കേണ്ട, സ്ഥലവുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ സ്ഥലത്തിൻ്റെ കേസിൽ കാണാതെ അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ഞാൻ പറയുന്ന സ്റ്റാൻഡേർഡ് റെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്തെഴുതിയതിന് ശേഷം എന്നിട്ട് അണ്ടർലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഇത് നമ്മളിപ്പോൾ എഴുതിയ വിച്ച് എവർ ഈസ് ഹയർ വാല്യൂവും സ്റ്റാൻഡേർഡ് റെൻറ്റിൻ്റെ വാല്യൂവും കൂടെ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവർ നിങ്ങൾ താഴോട്ട് എഴുതണം. ഇപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് 30,000 അല്ലായിരുന്നു വലുതായിട്ട് കിട്ടിയത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് 10,000 ആണെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ വിച്ച് എവർ ഈസ് ലോവർ ഏതാണ്? 30,000 ആണോ 10,000 ആണോ? 10,000 അല്ലേ. അപ്പോൾ നമ്മൾ താഴോട്ട് 10,000 എന്ന് എഴുതണം. പ്രോബ്ലം ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ 10,000 അല്ലെങ്കിൽ ഈ വിച്ച് എവർ ഈസ് ലോവറിനെ നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് വിളിക്കാം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, എന്ത്? ആക്ച്വൽ റെൻറ്റ്. ആക്ച്വൽ റെൻറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും, അത് നിങ്ങൾ ഇതിൻ്റെ താഴെ എഴുതുക. എന്നിട്ട് അണ്ടർലൈൻ വരയ്ക്കുക. എന്നിട്ട് വിച്ച് എവർ ഈസ് ലോവറും ഈ ആക്ച്വൽ റെൻറ്റും, അതായത് എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും കൂടെ കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. ഇതിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം ഫെയർ റെൻ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂയും കമ്പയർ ചെയ്ത് ഹയർ എടുക്കും. പിന്നെ ആ ഹയറും സ്റ്റാൻഡേർഡ് റെൻറ്റൂടെ കമ്പയർ ചെയ്ത് ലോവർ എടുക്കും. പിന്നെ ആ ലോവറും ആക്ച്വൽ റെൻറ്റൂടെ കമ്പയർ ചെയ്ത് ഹയർ എടുക്കും. അപ്പോൾ ഹയർ, ലോവർ, ഹയർ, അങ്ങനെയാണ് ചെയ്യുന്നത്. അവസാനം കിട്ടുന്ന ഹയറിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ. എന്താണ്? ഫസ്റ്റ് ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട്, ₹3 lakh പെർ ആനം. പെർ ആനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പെർ ഇയർ ആണ്. നിങ്ങൾ അക്കൗണ്ടൻസിലൊക്കെ കേട്ടിട്ടുള്ള വാക്കാണ്. മുനിസിപ്പൽ വാല്യൂ ₹5 lakh പെർ ആനം. സ്റ്റാൻഡേർഡ് റെൻറ്റ് ₹4 lakh പെർ ആനം. ആക്ച്വൽ റെൻറ്റ് ₹35,000 പെർ മന്ത്. ഫൈൻഡ് GAV. GAV എന്ന് വെച്ചാൽ ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ഇത് ഒരു നോട്ട് എടുത്ത് ആദ്യം ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇനി ആൻസർ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്കിതിനൊരു ഹെഡിങ് കൊടുക്കണം. നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? ഫൈൻഡ് GAV ആണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് GAV അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇതായിരിക്കണം നമ്മൾ ഒരു ഹെഡിങ് വേണം. ഫസ്റ്റ് അതാണ്, ഒരു ഹെഡിങ് വേണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്വസ്റ്റ്യൻ എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതവിടെ എഴുതണം. എന്നിട്ട് ഒരു സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പർട്ടിക്കുലേഴ്സ് എഴുതാൻ പോവുക. അതിന് പർട്ടിക്കുലേഴ്സ് ഹെഡിങ് ഒന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് വരച്ചാൽ മതി. റൈറ്റ് സൈഡിൽ നമ്മൾ എമൗണ്ട് എഴുതാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ എമൗണ്ട് എഴുതാൻ പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട്, കോളത്തിൻ്റെ മുകളിലേക്ക് റുപ്പി സിമ്പിൾ എഴുതാം. വേറെ പർട്ടിക്കുലേഴ്സ് ഒന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് അവിടെ റുപ്പി സിമ്പിൾ കാണിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഫെയർ റെൻ്റൽ വാല്യൂ എഴുതണം. അപ്പം ഞാനിവിടെ FRVന്നേ എഴുതുന്നുള്ളൂ. നിങ്ങൾ ഫെയർ റെൻ്റൽ വാല്യൂ ഒന്ന് കംപ്ലീറ്റ് എഴുതുക. എനിക്കിവിടെ എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ എഴുതുന്നുള്ളൂ. എത്രയാണ് എമൗണ്ട്? 3 lakh. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ പെർ ആനം വർഷത്തിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മന്തിൽ എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? /12 ചെയ്തിട്ട് എല്ലാം /12 ചെയ്യണം. ഞാൻ പെർ ആനത്തിൽ തന്നെ എടുക്കുക. പെർ ആനത്തിൽ എഴുതി പഠിച്ചാൽ മതി, നമുക്കങ്ങനെ പഠിച്ചാൽ മതി. FRV ഫെയർ റെൻ്റൽ വാല്യൂ എഴുതണം. പിന്നെ എന്തെഴുതണം? മുനിസിപ്പൽ വാല്യൂ എഴുതണം. എത്രയാണ്? 5 lakh. ഇനി എന്ത് ചെയ്യണം? ഒരു വര വരച്ചിട്ട് വിച്ച് എവർ ഈസ് ഹയർ. ഏതാണ് ഇതിൽ ഹയർ? 3 lakh ആണോ 5 lakh ആണോ? 5 lakh ആണ്. സോ 5 lakh. ഇനി അടുത്ത ആരുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് SR. എത്രയാണ് സ്റ്റാൻഡേർഡ് റെൻറ്റ്? 4 lakh. ഇനി എന്തെഴുതണം? വിച്ച് എവർ ഈസ് ലോവർ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പെക്റ്റഡ് റെൻറ്റ്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് എഴുതിയാൽ മതി. ബ്രാക്കറ്റിൽ വിച്ച് എവർ ഈസ് ലോവർ എന്ന് എഴുതണം. ഓക്കെ, വിച്ച് എവർ ഈസ് ലോവർ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട്
എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്രയാണ്? വിച്ച് എവർ ഇസ് ലോവർ ഏതാണ്? 5 lakh ആണോ 4 lakh ആണോ ചെറുത്? 4 lakh. അപ്പോൾ 4 lakh. അപ്പോൾ എനിക്കിവിടെ എഴുതാൻ സ്ഥലമില്ല, നിങ്ങൾ 4 lakh എന്ന് എഴുതണം. ഞാൻ അതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യാവേ. നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്ര കിട്ടി? 4 lakh എന്ന് കിട്ടി. ഇനി ആരുമായിട്ട് കമ്പയർ ചെയ്യണം? ഇനി ലാസ്റ്റുള്ള ആൾ ആക്ച്വൽ റെൻറ്റുമായിട്ട് ചെയ്യണം. ആക്ച്വൽ റെൻറ്റ്. ഈ ആക്ച്വൽ റെൻറ്റിന് എമൗണ്ട് എത്രയാണ്? ₹35,000 പെർ മന്താണ്. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന പെർ ആനോ ആയതുകൊണ്ട് 35,000 പെർ മന്തിന് എന്താക്കണം? ആനോ ആക്കണം. അപ്പോൾ ഇൻറ്റു 12 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 4,20,000 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? വീണ്ടും വിച്ച് എവർ ഈസ് ഹയർ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് എഴുതണം. വിച്ച് എവർ ഈസ് ഹയർ എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി, കാരണം ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ അത് വിച്ച് എവർ ഈസ് ഹയർ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. വിച്ച് എവർ ഈസ് ഹയർ. ഇതിലെ ഹയർ ഏതാണ്? 4 lakh ആണോ 4,20,000 ആണോ? 4,20,000 ആണ്. അപ്പം 4,20,000 ഇതാണ് അതിൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ഇപ്പം ഇതിൽ ഞാൻ നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഞാൻ ഒഴിവാക്കി, അതായത് സ്റ്റാൻഡേർഡ് റെൻറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നോട് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും എന്തെഴുതണം? ഫൈൻഡ് GAV എന്നാണ്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് GAV എന്ന് എഴുതിയിട്ട് GAV എന്നൊക്കെ എഴുതിയിട്ട് ഇതുപോലെ വരച്ച് റുപ്പീസ് സിമ്പിളൊക്കെ കൊടുത്ത് ഫസ്റ്റ് എന്തെഴുതും? ഫെയർ റെൻ്റൽ വാല്യൂ. ഫെയർ റെൻ്റൽ വാല്യൂ എത്രയാണ്? 3 lakh. ദെൻ മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 5 lakh. ഇനി തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ. അപ്പം ഞാനിത് വിച്ച് എവർ ഈസ് ഹയർ കംപ്ലീറ്റ് എഴുതുന്നില്ല, ഞാൻ ഷോർട്ട് ഫോമായിട്ട് WEH എന്ന് എഴുതി. നിങ്ങൾ എഴുതി ശീലിക്കല്ലേ, എനിക്കിവിടെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഹയർ ഏതായിട്ട് വന്നു? 5 lakh വന്നു. ഇനി ആരുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റ്. പക്ഷേ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റാൻഡേർഡ് റെൻറ്റ് നേരിട്ട് ഒരു ഡാഷ് ഇട്ടാൽ മതി. എന്നിട്ട് വിച്ച് എവർ ഈസ് ലോവർ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പെക്റ്റഡ് റെൻറ്റ്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് തന്നെ എഴുതി പഠിക്കണേ. വിച്ച് എവർ ഈസ് ലോവർ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഈ ആദ്യത്തെ വിച്ച് എവർ ഈസ് ഹയറിന് വേറെ പേരൊന്നുമില്ല, അതുകൊണ്ട് അത് ഡയറക്റ്റ് വിച്ച് എവർ ഈസ് ഹയർ എന്ന് എഴുതാം. രണ്ടാമത്തേത് വിച്ച് എവർ ഈസ് ലോവറിന് പേരുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പേര് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ വിച്ച് എവർ ഈസ് ലോവർ എന്ന് എഴുതാവും. അപ്പോൾ ഇതിലെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പം കമ്പയർ ചെയ്യാൻ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഇല്ലല്ലോ. സോ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും ലോവർ ആയിട്ട് വരുന്നത്, അതായത് 5 lakh. ഓക്കെ, ഇനി ബാക്കി എന്ത് ചെയ്യണം? അപ്പം നമുക്ക് എക്സ്പെക്റ്റഡ് റെൻ്റ് കിട്ടിയത് 5 lakh. ഇനി അത് അടുത്ത ആരുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? 35,000 പെർ മന്ത്. നേരത്തെ നോക്കി 4,20,000 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? വിച്ച് എവർ ഈസ് ഹയർ എടുക്കണം. അതിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഹയസ്റ്റ് വാല്യൂ ആരാണ്? 5 lakh ആണ്. 5 ലക്ഷമാണ് വലുത്. സോ 5 ലക്ഷമാണ് ആൻസർ. ഇത് വലിയ പാടുണ്ടോ? ഒരു പാടുമില്ല. നിങ്ങളിത് ജസ്റ്റ് പെട്ടെന്ന് ഹയർ വരും, പിന്നെ ലോവർ വരും, പിന്നെ ഹയർ വരും, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ ഈ വാക്കുകൾ ജസ്റ്റ് ഓർത്താൽ മതി. ഫെയർ റെൻ്റലും മുനിസിപ്പലും ആദ്യം എടുക്കണം, പിന്നെ അതിൻ്റെ ഹയർ എടുത്തിട്ട് സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം, പിന്നെ അതിൻ്റെ ലോവർ എടുത്തിട്ട് ആരുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന വിച്ച് എവർ ഈസ് ലോവറിനെ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് വിളിക്കും. അതിൽ ലാസ്റ്റ് വിച്ച് എവർ ഈസ് ഹയർ കിട്ടുന്നതിന് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കും. ഇത്രയും പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ ആണല്ലോ? വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും. ഇതുപോലെ ഡയറക്റ്റായിട്ട് എല്ലാം എഴുതി വരത്തില്ല. ഇതുപോലെ ഒരു പാരഗ്രാഫായിട്ടോ ഒരു സെൻറ്റൻസ് ആയിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻ വരും. നോക്കിക്കോ. മിസ്റ്റർ എ ലെറ്റ് ഔട്ട് ഹിസ് ഹൗസ് പ്രോപ്പർട്ടി ഫോർ എ റെൻറ്റ് ഓഫ് ₹12,000 പെർ മന്ത്. മുനിസിപ്പൽ വാല്യൂഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് ₹1,80,000. ഫൈൻഡ് ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾ ലെറ്റ് ഔട്ട് ഹിസ് ഹൗസ് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുക്കുക. അയാൾ വാടകയ്ക്ക് കൊടുത്തു. എത്ര രൂപയ്ക്കാണ്? റെൻറ്റ് 12,000 പെർ മന്ത്. അപ്പോൾ ആ തന്നിരിക്കുന്ന 12,000 എന്തുവാണ്? അയാൾ ആക്ച്വലി വാടകയ്ക്ക് കൊടുത്ത കാശാണ്. അപ്പോൾ ഇതെന്തുവാണ്? ആക്ച്വൽ റെൻ്റാണ്. മുനിസിപ്പൽ വാല്യൂഷനും തന്നിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നും തന്നിട്ടില്ല, ഫെയർ റെൻ്റൽ വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഹെഡിങ് എപ്പോഴും കൊടുക്കണം. എന്ത്? കമ്പ്യൂട്ടേഷൻ ഓഫ്, എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? GAV. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. എന്നിട്ട് വരയ്ക്കുന്നു, റുപ്പീസ് സിമ്പൽ ഇടുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ FRV തന്നിട്ടുണ്ടോ? ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ FRV എന്ന് എഴുതിയിട്ട് ഫെയർ റെൻ്റൽ വാല്യൂ എന്നിട്ട് ഒരു ഡാഷ്.
മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 1,80,000. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പെർ ആനം ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ഹയർ എടുക്കുന്നു, വിച്ച് എവർ ഈസ് ഹയർ. ഏതാണ് ഹയർ? 1,80,000 അല്ലേ ഉള്ളൂ, കമ്പയർ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് ഹയർ. ഇനി ആരുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട്. അതും ഉണ്ടോ ക്വസ്റ്റ്യനിൽ? സ്റ്റാൻഡേർഡ് റെൻറ്റും ഇല്ല, അപ്പോൾ ഡാഷ്. വിച്ച് എവർ ഈസ് ലോവർ. ഏതാണ് ലോവർ? കമ്പയർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് ലോവർ, 1,80,000. ഈ വിച്ച് എവർ ഈസ് ലോവറിൻ്റെ പേരെന്തായിരുന്നു? എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഞാൻ എഴുതാൻ വിട്ടുപോയി, നിങ്ങൾ വിട്ടു പോവല്ലേ. എക്സ്പെക്റ്റഡ് റെൻറ്റ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് 1,80,000 എന്ന് കിട്ടി. ഇനി ആരുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട്. ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? 12,000 ആണ്. അത് പെർ മന്ത് ആണ്. സോ 12,000 ഇൻറ്റു 12 ചെയ്യുമ്പം 1,44,000 എന്ന് കിട്ടും. 12,000 ഇൻറ്റു 12. ഇനി ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ഹയർ. അതാണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഹയസ്റ്റ് വാല്യൂ ആരാണ്? 1,80,000 അല്ലേ. സോ 1,80,000 ഇതായിരിക്കും ഇതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ. തീർന്നു. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ. Mr. C owns a house property, the fair rent of which is ₹5 lakh. The property was let out for a rent of ₹50,000 per month throughout the year. Find gross annual value. ഇപ്പോൾ ഈ കേസിൽ ഫെയർ റെൻറ്റിൽ വന്നു, മുനിസിപ്പൽ വാല്യൂ വന്നില്ല. ചെയ്യുന്നതെല്ലാം സെയിം. വരാത്തവരെ ജസ്റ്റ് ഡാഷ് ഇട്ടങ്ങ് പോയാൽ മതി. വീണ്ടും കമ്പ്യൂട്ടേഷൻ്റെ സ്പെല്ലിംഗ് അറിയാലോ അല്ലേ? ഞാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇതാണ് അതിൻ്റെ സ്പെല്ലിംഗ്. കമ്പ്യൂട്ടേഷൻ, COMPUTATION ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ, GAV. റുപ്പി. ഫസ്റ്റ് എന്ത് എഴുതണം? ഫെയർ റെൻ്റൽ വാല്യൂ. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 lakh. അടുത്ത എന്താണ്? മുനിസിപ്പൽ വാല്യൂ. അത് തന്നിട്ടില്ല, അപ്പോൾ ഡാഷ്. വിച്ച് എവർ ഈസ് ഹയർ. അതേതായിരിക്കും? 5 lakh തന്നെ. ഇനി ആരുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റ്. തന്നിട്ടുണ്ടോ? ഇല്ല, അപ്പോൾ ഡാഷ്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെ ആയിരിക്കും? 5 lakh. ഇനി ആരുമായിട്ട് കമ്പയർ ചെയ്യണം? എക്സ്പെക്റ്റഡ് റെൻറ്റ് 5 lakh എന്ന് കിട്ടി. ഇനി അത് ആരുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റ്. ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? 50,000 പെർ മന്ത്. അപ്പോൾ 50,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 6 lakh. 50,000 ഇൻറ്റു 12 അങ്ങനെ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ ആണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. എത്ര കിട്ടും? 6 lakh. മനസ്സിലായോ? അത്രേ ഉള്ളൂ. വേറൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ആക്ച്വലി. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. നമ്മളിതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് പഠിക്കാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ സ്റ്റെപ്പ് അതിൻ്റെ ബാക്കിയായിട്ട് പഠിച്ച് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരെ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ വരെ പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഗ്രോസ് ആനുവൽ വാല്യൂ വരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇവിടെ വരെ നിങ്ങൾക്കിപ്പോൾ അറിയാം. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മളിനി ഒരു ഡിഡക്ഷൻ ചെയ്യും. ഡിഡക്ഷൻ എന്ന് വെച്ചാൽ ഡിഡക്റ്റ് ചെയ്യുക, ലെസ് ചെയ്യുക. ഒരു എമൗണ്ട് തരും ക്വസ്റ്റ്യനിൽ, ആ എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. സെക്ഷൻ 23 പ്രകാരം നമുക്കൊരു ഡിഡക്ഷൻ ചെയ്യാനുണ്ട്. ആ ഡിഡക്ഷൻ ഒരു ഡിഡക്ഷൻ അല്ല, ശരിക്കും സെക്ഷൻ 23 പ്രകാരം 2 ഡിഡക്ഷൻ വരുന്നുണ്ട്. പക്ഷേ അതിലൊരു ഡിഡക്ഷൻ മാത്രം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്താൽ മതി, കാരണം അല്ലെങ്കിൽ തെറ്റിപ്പോവും. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്താണ് മറ്റേ ഡിഡക്ഷൻ, എന്താണ് സംഭവം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്തായാലും നമ്മളിപ്പോൾ സെക്ഷൻ 23 പ്രകാരം ഒരു ഡിഡക്ഷനാണ് പഠിക്കുന്നത്. അതിൻ്റെ പേരാണ് മുനിസിപ്പൽ ടാക്സസ്. വെറും മുനിസിപ്പൽ ടാക്സ് അല്ല, മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദ ഓണർ. അത് ക്വസ്റ്റ്യനിൽ എടുത്ത് തന്നിട്ടുണ്ട്. ആ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് കുറയ്ക്കണം. അന്നേരം നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. അത്രയേ ഉള്ളൂ. ആനുവൽ വാല്യൂ AV എന്ന് പറയും. ഇവിടെ നമ്മൾ കമ്പാരിസൺ അല്ല ഇനി ചെയ്യേണ്ടത്. ഗ്രോസ് ആനുവൽ വാല്യൂ വരെ നമ്മൾ കമ്പയർ ചെയ്യത്തുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഏത് എമൗണ്ട്? മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദ ഓണർ. അപ്പോൾ ഇനി മുനിസിപ്പൽ ടാക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് നിങ്ങൾക്കിപ്പോൾ നേരത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് മുനിസിപ്പൽ വാല്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും മുനിസിപ്പൽ ടാക്സ്. നോക്കിപ്പോൾ മുനിസിപ്പൽ അതോറിറ്റീസ് ഓർ ലോക്കൽ അതോറിറ്റീസ് മേ ഇമ്പോസ് tax on properties which is called municipal tax. Such taxes paid by the owner during the previous year can be deducted from gross annual value.
അപ്പോൾ ആ രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒന്ന്, ടാക്സ് പെയ്ഡ് ആയിരിക്കണം, ആ എമൗണ്ട് പേയ്മെൻറ്റ് നടന്ന എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ ടാക്സസ് ഡ്യൂ എന്ന് വരും. ഇപ്പോൾ ഡ്യൂ എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് നടന്നിട്ടില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ മുനിസിപ്പൽ ടാക്സ് ഡ്യൂ എന്ന് വന്നാൽ നിങ്ങൾ എടുക്കരുത്, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് തന്നെ വരണം. അങ്ങനെ വന്നാൽ മാത്രമേ ആ എമൗണ്ട് നിങ്ങൾ ഡിഡക്ഷൻ ചെയ്യാൻ എടുക്കാവൂ. പെയ്ഡ് ബൈ ദ ഓണർ, അതും ഒരു സംഭവമാണ്. ഇനി മുന്നോട്ട് പഠിക്കുമ്പം പെയ്ഡ് ബൈ ദ ടെനൻ്റ് എന്നൊക്കെ വരും. അതായത് വാടകക്കാരൻ പേയ്മെൻറ്റ് നടത്തുന്നെന്ന് വരും. അപ്പം അങ്ങനെ വന്ന് മൈനസ് ചെയ്യത്തില്ല. അതൊക്കെ നമ്മൾ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പറയാം. എന്തായാലും പേയ്മെൻറ്റ് നടന്നിരിക്കണം. മാത്രമല്ല അത് എപ്പം നടക്കണം? ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ്സെൽഫ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പ്രീവിയസ് ഇയറിൽ നടക്കുന്ന കാര്യങ്ങളാണ് കറണ്ട് ഇയറിൽ നമ്മൾ അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ഇയറിൽ തന്നെ അടച്ചിരിക്കണം. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കറണ്ട് ഇയറിലാണ് മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുമോ ഈ വർഷം? ഇല്ല. നമ്മൾ ഈ വർഷം ചെയ്യുന്നതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങളാണ്. സോ ഈ വർഷം നമ്മളൊരു പേയ്മെൻറ്റ് നടത്തിയാൽ അതിനി എപ്പോഴും ഡിഡക്ഷൻ കിട്ടൂ? അടുത്ത വർഷം കാൽക്കുലേഷൻ നടത്തുമ്പോഴേ ഡിഡക്ഷൻ കിട്ടൂ. സോ കറണ്ട് ഇയറിൽ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് വല്ലതും വന്നു കഴിഞ്ഞാൽ അതും എടുക്കരുത്. കാരണം അതെന്താണ്? കറണ്ട് ഇയറിൽ അടച്ചതാണ്, അത് നെക്സ്റ്റ് ഇയറിലെ ഡിഡക്ഷൻ കിട്ടും. സോ പ്രീവിയസ് ഇയറിൽ തന്നെ ചെയ്തിരിക്കണം. അതും നമ്മുടെ തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ. ചിലപ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്തെ പ്രീവിയസ് ഇയറിൽ അടച്ച കാര്യം വല്ലതും പറഞ്ഞാൽ അത് എടുക്കരുത്. സോ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മുനിസിപ്പൽ ടാക്സസ് ഇൻ റെസ്പെക്ട് ഓഫ് പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഇയേഴ്സ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഇഫ് പെയ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് ഇത് ഞാൻ പറഞ്ഞു, മുന്നത്തെ വർഷങ്ങളിലുള്ള എമൗണ്ട് ആ വർഷങ്ങൾ, അതായത് പണ്ടത്തെ പേയ്മെൻറ്റ്സ് എല്ലാം പണ്ട് തന്നെ അടച്ച കാര്യം വല്ലതും പറഞ്ഞാൽ എടുക്കരുത്. പക്ഷേ ഈ പണ്ടത്തെ പേയ്മെൻറ്റ്സ് നമ്മൾ പ്രീവിയസ് ഇയറിൽ പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ അതൊക്കെ എടുക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ, പ്രീവിയസ് ഇയറിൽ തന്നെ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം, നമ്മുടെ പ്രീവിയസ് ഇയറിൽ തന്നെ നടത്തിയിരിക്കണം. അത് ഏത് വർഷത്തെ കാശാണെങ്കിലും ശരി, അത് പ്രീവിയസ് ഇയറിലാണെങ്കിൽ, അത് പെയ്ഡ് ബൈ ദ ഓണർ ആണെങ്കിൽ നമുക്കതിനെ ഡിഡക്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, അടുത്ത വർഷത്തേക്ക് നമ്മളിനി അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയതാണെങ്കിലോ? പ്രീവിയസ് ഇയറിൽ തന്നെയാണ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത്, പക്ഷേ അത് നമ്മൾ ഇനിയും വരാൻ പോകുന്ന 10 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് നടത്തിയത്. അങ്ങനെയെങ്കിലും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം പ്രീവിയസ് ഇയറിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത് മൈനസ് ചെയ്യാം. അതിനി ഏത് വർഷത്തേക്കാണെങ്കിലും ശരി, അതിനി അഡ്വാൻസ് ആയിട്ട് അടച്ചാണെങ്കിലും ശരി, ഇനി പണ്ടത്തെ കുടിശ്ശികളെല്ലാം കൂടെ ചേർത്ത് അടച്ചാണെങ്കിലും ശരി, പ്രീവിയസ് ഇയറിലാണ് പെയ്ഡ് എങ്കിൽ നമ്മളതിനെ ഡിഡക്റ്റ് ചെയ്യാൻ എടുക്കണം. മുനിസിപ്പൽ വാല്യൂ പെയ്ഡ് ഇൻ കറണ്ട് ഇയർ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. അത് ഞാനിപ്പോൾ പറഞ്ഞു, നമ്മൾ ഈ വർഷം അടയ്ക്കുവാണെങ്കിൽ നമ്മളത് എടുക്കരുത്, അത് അടുത്ത വർഷമേ ആപ്ലിക്കബിൾ ആയിരിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി ഡിഡക്റ്റബിൾ ഇൻ നെക്സ്റ്റ് ഇയർ. സോ ദ മുനിസിപ്പൽ വാല്യൂ പെയ്ഡ് ഓൺലി ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ഡിഡക്റ്റബിൾ ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. അപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഏത് സംഭവത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ഏത് വർഷത്തെ പറ്റിയാണ്? പ്രീവിയസ് ഇയറിനെ പറ്റിയാണ്. സോ കറണ്ട് ഇയറിൽ ഡിഡക്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ പേയ്മെൻറ്റ് നടത്തിയതാണ്. ഓക്കെയാണോ മുനിസിപ്പൽ ടാക്സ്? ഇനി അതുമായിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇപ്പം ഫൈൻഡ് ആനുവൽ വാല്യൂ ഇൻ ഈച്ച് കേസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നോക്കി നിങ്ങൾ നോട്ടിൽ എഴുതുക, എന്നിട്ട് ആൻസേഴ്സ് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ 5 ഹൗസ് തന്നിട്ടുണ്ട്, H1, H2, H3, H4, H5. അതിൻ്റെയൊക്കെ MV, FRV, SR, AR ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 വീടിൻ്റെയും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ 5 വീടിനും 5 കോളം വരച്ച് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഓരോ വീടിനും സെപ്പറേറ്റ് ആണ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും 5 വീടിൻ്റെ ഒറ്റ സ്ട്രെച്ചിൽ കാണിക്കാൻ പോവാം. അപ്പോൾ ആദ്യം എന്തെഴുതണം? ആദ്യം ഹെഡിങ് കമ്പ്യൂട്ടേഷൻ ഓഫ്, ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? കമ്പ്യൂട്ട് ചെയ്യാൻ ആനുവൽ വാല്യൂ ആണ്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ എന്നെഴുതിയിട്ട് H1, H2, H3, H4, H5 എല്ലാ എമൗണ്ട് കോളമാണ്. ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് കോളമാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? മുനിസിപ്പൽ വാല്യൂ. മുനിസിപ്പൽ വാല്യൂ എല്ലാത്തിനും എത്രയാണ്? 105. അതുപോലെ എഴുതുന്നു. എനിക്കിത് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ സെക്കൻഡ് FRV, ഫെയർ റെൻ്റൽ വാല്യൂ എത്രയാണ്? ഇവിടെ 107, ഇവിടെ 107, ഇവിടെ 107, എല്ലായിടത്തും സെയിം ആണ്. 107, ഇവിടെ 107. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പം വിച്ചെവർ ഈസ് ഹയർ. എല്ലായിടത്തും ഹയർ ഏതാണ്? 107 അല്ലേ? അപ്പോൾ എല്ലായിടത്തും
107 എന്ന് തന്നെ വരും. ഇനി അടുത്ത ആരുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റ് SR. സ്റ്റാൻഡേർഡ് റെൻറ്റ് ആദ്യത്തേന് NA, അതായത് നോട്ട് ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ അവിടെ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഇല്ല, അപ്പോൾ ഡാഷ് ഇടണം. രണ്ടാമത്തേന് 88, അടുത്തതിന് 88, അടുത്തതിന് 135. എന്നിട്ട് നമ്മളിത് കമ്പയർ ചെയ്യുമ്പം വിച്ച് എവർ ഈസ് ലോവർ, അതാണ് എൻ്റെ എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഞാൻ അടുത്ത ഇതായിട്ട് ചെയ്യാം, മുകളിൽ ചെയ്യാം. നിങ്ങൾക്കിത് ചെയ്യാൻ അറിയാമെങ്കിൽ 5 വീടുണ്ടല്ലേ, നിങ്ങൾക്കിത് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങ് ചെയ്തോളൂ. ജസ്റ്റ് ഞാൻ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഇത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം അത് ചെയ്യാൻ അറിയാം, ഞാൻ ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് എങ്ങനെ കിട്ടും? എല്ലാത്തിലും ഹയസ്റ്റ് വാല്യൂ 107 അല്ലേ വന്നത്, അപ്പോൾ ഇവിടെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 107 നോട്ട് ആപ്ലിക്കബിളും കമ്പയർ ചെയ്യുമ്പോൾ 107 തന്നെ എക്സ്പെക്റ്റഡ് റെൻറ്റ് വരും. ഇവിടെ വീണ്ടും 107 88 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് വാല്യൂ 88. അടുത്തത് 107 88 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 88. അടുത്ത 107 135 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 107 ആണ് ലോവസ്റ്റ്. വീണ്ടും 107 135 കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ലോവസ്റ്റ് വാല്യൂ അല്ലേ വേണ്ടേ, സോ 107. ഇനി എന്ത് ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? ഇവിടെ 102, ഇവിടെ 110, ഇവിടെ 85, ഇവിടെ 112, ഇവിടെ 135. അപ്പം എത്രയാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ? വിച്ച് ഈസ് ഹയർ അല്ലേ? എത്രയാണ്? ആദ്യത്തെ നോക്കുമ്പോൾ 107, അടുത്ത നോക്കുമ്പോൾ 110, അടുത്ത നോക്കുമ്പം 88, അടുത്തതിൽ 112, ലാസ്റ്റ് 135. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഇങ്ങനെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആനുവൽ വാല്യൂ ആണ്, അപ്പോൾ ഇവിടെ കൊണ്ട് തീരത്തില്ല. എന്ത് ചെയ്യണം? ഡിഡക്ഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എഴുതണം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ, ഓർമ്മയുണ്ടോ? സെക്ഷൻ 23 ആണ്. നമ്മുടെ ചാർജിങ് സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 22 ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത സെക്ഷനാണ് നമ്മൾ ഡിഡക്ഷനിലെടുക്കുന്നത്. ഏതാണ് ഡിഡക്ഷനിലെടുക്കുന്നത്? മുനിസിപ്പൽ ടാക്സ്. അപ്പം മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. അപ്പം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രീവിയസ് ഇയർ തന്നെ പേയ്മെൻറ്റ് നടത്തിയ കാര്യമോ തന്നേക്കുന്നത്. ആദ്യത്തേന് എത്രയാണ്? 2, രണ്ടാമത്തേന് 3, മൂന്നാമത്തേന് 4, നാലാമത്തേന് 3, അഞ്ചാമത്തേൻ്റെ അവിടെ 2, പക്ഷേ ബ്രാക്കറ്റിൽ ഡ്യൂ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് പേയ്മെൻറ്റ് നടത്തിയില്ല, ഡ്യൂ ആയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പേയ്മെൻ്റ് അല്ല, ഡ്യൂ ആണെങ്കിൽ എടുക്കരുത്, ഡ്യൂ ആണെങ്കിൽ എടുക്കരുത്, പെയ്ഡ് മാത്രം എടുക്കാവൂ. സോ ഇവിടെ ഒന്നും എഴുതത്തില്ല, ഡാഷ്. ഇനി എന്ത് ചെയ്യണം? ഈ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യണം. 107 നിന്ന് 2 പോയാൽ എത്രയാണ്? 105. 110 നിന്ന് 3 പോയാൽ എത്രയാണ്? 107. 88 നിന്ന് 4 പോയാൽ എത്രയാണ്? 84. ദെൻ 112 നിന്ന് 3 പോയാൽ 109. മറ്റത് മാത്രം എത്ര കിട്ടും? 135 എന്ന് കിട്ടും. ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യത്തേന് 103 എന്ന് കിട്ടും, 105 എന്ന് കിട്ടും. രണ്ടാമത്തേന് 88, 110 നിന്ന് 3 പോയാൽ 107 എന്ന് കിട്ടും. മൂന്നാമത്തെ വീടിന്, ഞാൻ അവസാനത്തെ ആൻസറാണ് പറയുന്നത്, മൂന്നാമത്തെ വീടിന് 88 നിന്ന് 4 പോയാൽ 84 എന്ന് കിട്ടും. നാലാമത്തെ വീടിന് 107, 135, 107, 112, 112 നിന്ന് 3 പോകുമ്പോൾ 109 എന്ന് കിട്ടും. ദെൻ ലാസ്റ്റ് 135 മൈനസ് 2, അതായത് 133 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചേക്കണേ. ഇതൊരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ. Mr. C has a building which is let out for a monthly rent of rupees 10,000. Municipal valuation of the building is rupees 1,25,000 and the fair rental value is rupees 12,000 per month. Municipal taxes were in arrears for the past many years. On 31/3/2020, he paid rupees 1,20,000 and cleared all the arrears of tax. Further, availing a reduction in tax offered by the local authorities, he paid rupees 30,000, being taxed for 3 future years. So determine annual value for the year 2019-20.
അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ്? അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആനുവൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഹെഡിങ് എഴുതുന്നു, കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താണ് ആനുവൽ വാല്യൂ. അപ്പം ഇവിടെ ഒരു വീടിൻ്റെ കാര്യമുള്ളൂ. സോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ വരയ്ക്കുക, എമൗണ്ടിൻ്റെ ഒരു കോളം കൊടുക്കണം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഫെയർ റെൻ്റൽ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടല്ലോ, നമുക്ക് ചെയ്തങ്ങ് തുടങ്ങാം. ഫെയർ റെൻ്റൽ വാല്യൂ എത്രയാണ്? 12,000 പെർ മന്ത് ആണ്. സോ അത് നമ്മൾ എന്താക്കണം? ഇയറിലേക്ക് മാറ്റണം. 12,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,44,000 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്തായിട്ട് കമ്പയർ ചെയ്യണം? മുനിസിപ്പൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. എം ബി 1,25,000. അപ്പോൾ അത് വർഷത്തിലേക്കാണ് തന്നിരിക്കുന്നത്, പെർ മന്ത് എന്ന് പറഞ്ഞിട്ടില്ല. സോ അത് പെർ ഇയർ ആയിരിക്കും. കമ്പയർ ചെയ്യും, വിച്ച് എവർ ഈസ് ഹയർ. ഏതായിരിക്കും ഹയർ? 1,44,000. ഇനി അടുത്ത് എന്തെഴുതണം? സ്റ്റാൻഡേർഡ് റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് ഉണ്ടോ? വാല്യൂഷൻ ഇതാണ്, ഫെയർ റെൻ്റൽ ഇതാണ്, മുനിസിപ്പൽ ടാക്സ് ഇല്ല, സ്റ്റാൻഡേർഡ് റെൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് അവിടെ ഡാഷ്. അപ്പോൾ വിച്ച് എവർ ഈസ് ലെസ്, അതായത് എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്രയാണ്? 1,44,000 വരും. എക്സ്പെക്റ്റഡ് റെൻറ്റ് 1,44,000 എന്ന് വരും. ഇനി ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? മന്ത്ലി റെൻറ്റ് കണ്ടോ? ബിൽഡിംഗ് വാസ് വിച്ച് ഈസ് ലെറ്റ് ഔട്ട് ഫോർ എ മന്ത്ലി റെൻറ്റ്, അതാണ് ആക്ച്വൽ റെൻറ്റ്. 10,000 പെർ മന്ത് ആണ്. അപ്പം 10,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 1,20,000. ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ 1,44,000. അപ്പോൾ ഇതുവരെ നിങ്ങൾ നല്ല സ്പീഡിൽ ചെയ്യും. ഇനി എന്ത് ചെയ്യണം? മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ ഏതാണ്? 23. എന്തായിരുന്നു? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് ആണ് ഇവിടുത്തെ ഒരു കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നോക്കിക്കോണേ. അപ്പം ഇവിടെ വരെ നമ്മൾ ചെയ്തു. ഇനി മുനിസിപ്പൽ ടാക്സ് തൊട്ട് നോക്കുക. മുനിസിപ്പൽ ടാക്സസ് വെയർ ഇൻ അരിയേഴ്സ് ഫോർ ദ പാസ്റ്റ് മെനി ഇയേഴ്സ്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല. മുനിസിപ്പൽ ടാക്സ് കുറേ കാലമായിട്ട് അരിയറായിട്ട് കിടക്കുന്നു. ഓക്കെ. ഓൺ 31/3/2020. ഓക്കെ, ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ആണോ അല്ലേ? ഒരു ഡേറ്റ് കണ്ട് ആദ്യമേ അത് നോക്കണം. ഇത് പ്രീവിയസ് ഇയർ ആണോ അല്ലേ? 31/3/2020. നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? അതായത് നമ്മുടെ കറണ്ട് ഇയർ ഏതാണ്? നമ്മൾ ഇന്നത്തെ ഡേറ്റ് പറ. ഇന്ന് എന്താണ് ഡേറ്റ്? ഇന്ന് ജൂൺ 12 ഡേറ്റ്. അപ്പോൾ ജൂൺ 12, 2020 നമ്മുടെ കറണ്ട് ഇപ്പോൾ ഇരിക്കുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് വർഷം? ഏപ്രിൽ 1, 2020 തൊട്ട് മാർച്ച് 31, 2021 വരെ. അതാണ് നമ്മുടെ കറണ്ട് ഇയർ. അങ്ങനെയെങ്കിൽ പ്രീവിയസ് ഇയർ എന്നായിരിക്കും? ഏപ്രിൽ 1, 2019 തൊട്ട് മാർച്ച് 31, 2020 വരെ. ആ മാർച്ച് 31, 2020 അല്ലേ തന്നിരിക്കുന്നത്? എന്ന് വെച്ചാൽ ഇത് ഏതാണ്? പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അതായത് ഓൺ 31/3/2020 ഹീ പെയ്ഡ് ₹1,20,000 ആൻഡ് ക്ലിയർഡ് ഓൾ ദ അരിയേഴ്സ് ഓഫ് ടാക്സ്. അപ്പോൾ അയാൾ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് അടച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അത് ഏത് വർഷത്തെ അരിയർ ആണോ അഡ്വാൻസ് ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ടാക്സ് പേ ചെയ്തോ അത് പ്രീവിയസ് ഇയറിലാണോ എങ്കിൽ ആ ഫുൾ എമൗണ്ടും എടുക്കും. അപ്പോൾ എത്രയുണ്ട്? 1,20,000. പക്ഷേ അത് തീർന്നില്ല. ഈ 1,20,000 എന്തായാലും എടുക്കണം. പക്ഷെ തീർന്നില്ല, ഇനിയുണ്ട്, ബാക്കിയുണ്ട്. എന്താണ്? ഫർദർ അവൈലിംഗ് എ റിഡക്ഷൻ ഇൻ ടാക്സ് ഓഫേർഡ് ബൈ ദ ലോക്കൽ അതോറിറ്റീസ് ഹീ പെയ്ഡ് ₹30,000 ബീയിങ് ടാക്സ് ഫോർ 3 ഫ്യൂച്ചർ ഇയേഴ്സ്. അതിൻ്റെ മീനിങ് എന്താണ്? ഫർദർ അവൈലിംഗ് എ റിഡക്ഷൻ ഇൻ ടാക്സ്, അതായത് ഇപ്പം ഇയാൾ ഈ അരിയേഴ്സ് എല്ലാം അടച്ചില്ലേ, അപ്പം ലോക്കൽ അതോറിറ്റീസിന് സന്തോഷം വന്നു. ഇയാൾ പണ്ട് കിടന്ന് കുടിശ്ശിക എല്ലാം അടച്ചിട്ടാണ് 1,20,000 അടച്ചത്. അപ്പം അതുകൊണ്ട് ടാക്സ് ഒഫീഷ്യൽ അവിടെ ഇരുന്ന ലോക്കൽ അതോറിറ്റീസ് പറഞ്ഞു, ശരി നിങ്ങൾ ഇത്രയും അടച്ചല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു റിഡക്ഷൻ തരാമെന്ന് പറഞ്ഞു. അതാണ് ഫർദർ അവൈലിംഗ് എ റിഡക്ഷൻ ഇൻ ടാക്സ് ഓഫേർഡ് ബൈ ദ ലോക്കൽ അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റീസ് ഓഫർ ചെയ്തു, ഒരു റിഡക്ഷൻ ഓഫർ ചെയ്തപ്പം ഹീ പെയ്ഡ് ₹30,000 ബീയിങ് ടാക്സ് ഫോർ 3 ഫ്യൂച്ചർ ഇയേഴ്സ്. അപ്പോൾ അയാൾക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടിയപ്പം അയാൾ 3 ഫ്യൂച്ചർ ഇയേഴ്സിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് 30,000 കൂടെ അടച്ചു. അപ്പം 30,000 അടച്ചോ, അതായത് പേയ്മെൻറ്റ് നടന്നോ? പ്രീവിയസ് ഇയറിൽ തന്നെ ആണല്ലോ നടന്നത്, സെയിം ഡേറ്റിലാണല്ലോ നടന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 30,000 എടുക്കണം. മനസ്സിലായോ? അപ്പോൾ അഡ്വാൻസ് ആയിട്ട് അടച്ചതാണോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഏത് വർഷത്തിന് വേണ്ടി അടച്ചതാണെന്ന് നോക്കണ്ട. പ്രീവിയസ് ഇയറിലാണോ പേയ്മെൻറ്റ് നടത്തിയത്, പേയ്മെൻറ്റ് നടന്നോ, ഈ 2 ഫാക്ടർ നോക്കണം. അപ്പോൾ പ്രീവിയസ് ഇയറിൽ തന്നെ നടന്നതാണ്, പെയ്ഡ് ആണ്, പെയ്ഡെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹീ പെയ്ഡ്.
സോ ഈ എമൗണ്ടും എടുക്കണം. ഇനി വേറെ പേയ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. സോ ടോട്ടൽ എത്രയാണ് ടാക്സ്? 1,20,000 പ്ലസ് 30,000 എന്ന് പറയുമ്പം എത്ര കിട്ടും? 1,50,000 എന്ന് കിട്ടും. ഈ 1,50,000 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1,44,000 നിന്ന് 1,50,000 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? നെഗറ്റീവ് അല്ലേ വരത്തുള്ളൂ. അപ്പം നെഗറ്റീവ്. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 1,50,000 നിന്ന് 1,44,000 പോയാൽ 6,000 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞ് 6,000 മൈനസ് 6,000 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിന് ശേഷം ഒരു അസൈൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിപ്പം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.